ഓപ്പറേഷൻ ഡി ഹണ്ട് ഇടുക്കി ജില്ലയിൽ പോലീസിന്റെ വ്യാപക പരിശോധന. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, റിസോർട്ടുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് പരിശോധനകൾ നടത്തിയത്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ 15 പേരെ അറസ്റ്റ് ചെയ്യുകയും 6 പേരെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സബ് ഡിവിഷൻ ഡിവൈഎസ്പിമാർ, SHOമാർ, K9 സ്ക്വാഡ്, ലഹരിവിരുദ്ധ ഡാൻസ് ഓഫ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പരിശോധനകൾ നടത്തിയത്. ഇന്നലെ മാത്രം 308 പേരെ പരിശോധിച്ചു. 15 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 15 പേരെ അറസ്റ്റ് ചെയ്യുകയും 6 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പുകയില ഉൽപ്പന്നങ്ങളും 20 ഗ്രാം കഞ്ചാവും പിടികൂടി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിലാണ് കൂടുതലായും പരിശോധനകൾ നടത്തിയത്. K9 ഡോഗ് സ്ക്വാഡിലെ നാർക്കോട്ടിക് സ്നിപ്പർ ഡോഗ്, ലൈക്ക, ബ്രൂസ് എന്നിവരുടെ സഹായത്തോടു കൂടിയാണ് പരിശോധനകൾ നടത്തിയത്. ലഹരി മാഫിയക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS അറിയിച്ചു. ചുറ്റുപാടുകളിൽ നടക്കുന്ന ലഹരി വസ്തുക്കളുടെ കച്ചവടങ്ങളോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള പോലീസിന്റെ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കണമെന്നും ഇത്തരത്തിൽ സന്ദേശം അറിയിക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. പരിശോധനകളിൽ തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ, കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോൻ, K9 ഡോഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ യബിൻ, രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ ജില്ലയിലെമ്പാടും നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.